പണ്ട് ഞങ്ങൾ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ചുള്ള സമയത്ത് അമ്മ ആപ്പിമാരൊക്കെ കൂടി രാവിലെ തന്നെ എണീറ്റിട്ട് എന്തെങ്കിലും ഒരു ബേക്കറിയും കൂട്ടി ഇതുപോലത്തെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാറ്. ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാട്ടോ. പക്ഷെ ആ ഒരു നൊസ്റ്റിനൊന്നല്ല ഞാനിന്ന് ചായ ഉണ്ടാക്കി കുടിച്ചത്. നമ്മൾ ഈ വഴിതെറ്റി പോവാന്നൊക്കെ പറയുന്ന പോലെ സമയം തെറ്റി കുറച്ച് നേരത്തെ എണീറ്റ് പോയി. അപ്പോഴാണെങ്കിലോ നല്ല വിശപ്പും. അമ്മ അടുക്കളയിൽ ബൂരിക്കൊക്കെ കുഴക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു റസ്കും ചായയും കുടിക്കാന്ന്. അങ്ങനെ ആ ചായയൊക്കെ കുടിച്ചിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പറമ്പിലേക്ക് അങ്ങ് ഇറങ്ങി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവളെന്തോ ദുഷ്ടത്തെയാണ് ആ അമ്മേനൊന്ന് അടുക്കളയെ സഹായിച്ചൂടേ എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്മയുടെ സ്വഭാവം അറിയായിട്ടാണ്. നമ്മളിപ്പോ ഒരു 10-11 മണി വരെ കിടന്നു പറഞ്ഞാലും അമ്മയ്ക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷെ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അന്ന് അവിടെ അടിയാണ്. വെറുതെ രാവിലെ തന്നെ അമ്മയുടെ മൂഡ് കളയുന്ന എന്തിനാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചുറ്റി നടക്കുന്നത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആകുമ്പോൾ അമ്മ തന്നെ നമ്മളെ വിളിച്ചോളും. അങ്ങോട്ട് കയറി ചെല്ലുക, ഫുഡ് കഴിക്കുക, അത്രേ ഉള്ളൂ പണി. ഇനിയിപ്പോ പണിയൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. ഞാൻ എന്റെ പണികൾ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് അൺബോക്സിംഗ് ഉണ്ടായിരുന്നു. അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്രാവശ്യം ഫ്ലിപ്കാർട്ടിന്റെ ആണെന്നുള്ളത്. ഇപ്രാവശ്യം എന്താണെങ്കിലും ഫ്ലിപ്കാർട്ടിന്റെ അല്ല, ദശിക എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞങ്ങൾക്ക് 2-3 ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ്. ജോർജറ്റ് മെറ്റീരിയലിൽ ഫ്രണ്ടിൽ ഇതുപോലത്തെ വർക്കൊക്കെ വന്നിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സ് ആയിരുന്നു. അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതുപോലത്തെ ഡ്രസ്സ് വാങ്ങിക്കൂടെ എന്നുള്ളത്. എന്താണെങ്കിലും എനിക്ക് നല്ലോണം ചേരുന്നുണ്ട് എന്ന് അമ്മ പറയുന്നത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. രണ്ടാമതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കുറെ പേരെടുത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതെവിടെ നിന്നാ വാങ്ങാന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ദയവായിട്ട് എനിക്ക് കൊണ്ടുതന്നത്. നല്ല രസം കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് ലൂസാണ്, ഒന്ന് ഷേപ്പ് ആക്കണം. മൂന്നാമത്തത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കോഡ് സെറ്റ് ആണ്. ഇതിന്റെ ഒക്കെ മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യമാട്ടോ. കോഡ് സെറ്റ് ഒക്കെ ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത് വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് ലൈനിങ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല കട്ടി വരുന്നുണ്ട്. എന്താണെങ്കിലും ഇവരുടെ ഇൻസ്റ്റാ പേജ് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കയറി നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ലവ് യു ഓൾ.